ഹായ് എവരിവൺ, അങ്ങനെ വീണ്ടും നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ പോകുന്ന അടുത്ത ഏരിയ ആണ്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇതാണ്: സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ നിയമം, ഓഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. സെക്ഷൻ 63 മുതൽ 99 വരെ, 63 മുതൽ 99 വരെയാണ് നമ്മൾ ഈ പ്രൊവിഷൻ പഠിക്കുന്നത്. അപ്പോൾ ഓഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, ഇത് നമ്മൾ പഴയ നിയമം IPCയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകതയാണത്. എന്താണ്, ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ അവിടെ ഇവിടെയും ചിന്നിച്ചെതറി കിടന്നിരുന്ന എല്ലാ പ്രൊവിഷൻസിനെയും കൂടി ചേർത്ത്, വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, ചിൽഡ്രൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടി എടുത്തു കൊണ്ടുവന്ന് ഒരുമിച്ചാക്കി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. സെക്ഷൻ 63 തൊട്ട് 99 വരെയാണ്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് റേപ്പ്. റേപ്പ് എന്ന് നമ്മൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നതാണ്, അറിയുന്നതാണ്. സോ വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകളിൽ ആദ്യം പറയുന്നതാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? എപ്പോഴും റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത്, അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് മാൻ ആണ്. മാൻ എന്ന് പറയാം. അപ്പം മാൻ ആണ് ഇത്. ഇനി പ്രത്യേകിച്ച് പറയണ്ട, ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആണ്, വുമണിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൃത്യമാണ്, കുറ്റകൃത്യമാണ്. അപ്പോൾ എന്താണ്, റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന എന്താണ്, പുരുഷനാണ്. അപ്പോൾ ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, കൺസെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുകയാണ്. സെക്ഷൽ ഓർഗൻസിലേക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റേപ്പ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ റേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മാൻ ആയിരിക്കും നടക്കുന്നത്. മാൻ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ പുരുഷൻ്റെ സെക്ഷൽ ഓർഗൻസ് ആണ്. സെക്ഷൽ ഓർഗൻസ്, സ്ത്രീയുടെ സെക്ഷൽ ഓർഗൻസിനകത്ത് അവർക്ക് ഈ താല്പര്യമില്ലാതെ, ഇഷ്ടമില്ലാതെ എന്ത് ചെയ്യുകയാണ്, പ്രവേശിപ്പിക്കുന്നതിനെയാണ്. അത് സെക്ഷൽ ഓർഗൻസ് എന്ന് മാത്രമല്ല, ഏതെങ്കിലും മൂർച്ചയുള്ള ഈ ഉപകരണങ്ങളാണെങ്കിലും മതി. അപ്പോൾ ഇതാണെങ്കിലും അത് എന്തിനകത്തേക്ക് വരും, അത് റേപ്പിനകത്തേക്ക് വരും. ഇനി ഈ റേപ്പ് നടത്തുക എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഓർത്തിരിക്കണം, വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അത് മാത്രമല്ല, കൺസെന്റ് ഉണ്ടായിരിക്കത്തില്ല. റേപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ കൺസെന്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസംഷൻ ഇതാണ്, കൺസെന്റ് കൊടുത്തിട്ടില്ല. ഇനി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് തെളിയിച്ചോണം. അപ്പോൾ കൺസെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്ത് പറ്റും, വിത്ത് ഹെർ കൺസെന്റ് വരും. കൺസെന്റ് കൊടുക്കും. അപ്പോൾ വിത്ത് ഹെർ കൺസെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കൺസെന്റ് ഇപ്പോൾ സ്ത്രീയുടെ അടുത്ത് നിന്ന് അവരുടെ അനുമതി മേടിച്ചുകൊണ്ട് ആ സ്ത്രീയുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിലപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് സമ്മതം എങ്ങനെയായിരിക്കും മേടിക്കുന്നത്, ആ സ്ത്രീയെ എന്ത് ചെയ്യും, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തും, കൊല്ലുമെന്നോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ നീ എന്നെ കൂടെ നിന്നില്ലെങ്കിൽ, ഇതിന് കൺസെന്റ് തന്ന് എതിർക്കാൻ ശ്രമിച്ചാൽ നിന്നെ കൊന്നുകളയും എന്ന് പറയുന്നൊരു സ്റ്റേജ്. ആ സ്റ്റേജിൽ ചിലപ്പോൾ ജീവഭയം മൂലം എന്ത് കൊടുക്കും, കൺസെന്റ് കൊടുക്കും. അതാണ് വിത്ത് ഹെർ കൺസെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആഫ്റ്റർ ദാറ്റ് ഒരു സ്ത്രീയെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞതിന് ശേഷം ഇതേപോലെ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നു, സ്ത്രീ കൊണ്ടു ചെന്ന് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം പുരുഷൻ പറയാണ്, ആ പറയുന്ന ഒഫൻഡർ പറയാണ്, അല്ല ലേഡി സമ്മതിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ പറയണം, അല്ല എന്നെ പേടിപ്പിച്ചിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെന്റ് ഇല്ലാതെയുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടലാണ് എന്തെന്ന് വിളിക്കുന്നത്, ഈ റേപ്പായിട്ട് വരും. ഇനി അപ്പോൾ കൺസെന്റ് ഇല്ല, അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഇനി അഥവാ കൺസെന്റ് കൊടുത്താലും ഈ കൺസെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഹർട്ട് ചെയ്യും എന്നുള്ള ഭീഷണിയിൽ നിന്നായിരിക്കും ഈ ഒരു അനുവാദം ആ സ്ത്രീ കൊടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇനി ചില മറ്റ് സാഹചര്യങ്ങളിലും അവരുടെ കൺസെന്റോട് കൂടിയായിരിക്കും. ഈ കൺസെന്റ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പുരുഷനറിയാം ഈ പറയുന്ന സ്ത്രീ, അപ്പോൾ ഈ പറയുന്ന സ്ത്രീ അയാളുടെ വൈഫ് അല്ല എന്നറിയാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ പുരുഷനറിയാം ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് അല്ല താൻ എന്ന വിശ്വാസത്തിൽ അയാൾക്ക് ബോധ്യമുണ്ട് ഒരു സ്ത്രീ. അപ്പോൾ എന്താണ് പക്ഷേ അതൊരു ഏതെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലേഡിയാണ്. ആ ലേഡിക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ അത് അവരുടെ ഹസ്ബൻഡിനെ പോലെയാണ് തോന്നിയത്. ഹസ്ബൻഡിനെ പോലെ തോന്നി. അങ്ങനെ എന്ത് കൊടുക്കുന്നു? സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ വേണ്ടി കൺസെന്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ആ മഹാനോ ആ പുരുഷനോ അവന് കൃത്യമായിട്ട് അറിയാം. എന്തറിയാം? ഇത് ആ സ്ത്രീയുടെ എന്താണ്, ഞാൻ അവരുടെ ഹസ്ബൻഡ് അല്ല എന്ന് അയാൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് സ്ത്രീക്ക് ബോധമൊക്കെ വന്നപ്പോഴാണ് സ്ത്രീക്ക് മനസ്സിലാകുന്നത്, അയ്യോ അതെൻ്റെ ഹസ്ബൻഡ് അല്ലായിരുന്നല്ലോ എന്ന് മനസ്സിലായപ്പോൾ എന്ത് മനസ്സിലായി? അവിടെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് മനസ്സിലായി. അയ്യോ അപ്പോൾ ഇതെന്താണ്, റേപ്പാണല്ലോ എന്ന് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ പുരുഷൻ പറയാണ്, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ബലം പ്രയോഗിച്ചിട്ടില്ല, അവരെനിക്ക് കൺസെൻറ്റഡ് ആയിട്ട് നിന്നതാണ് എന്ന് പറയുമ്പോൾ സ്ത്രീ പറയണം, അങ്ങനെയല്ല, ഞാൻ എങ്ങനെയായിരുന്നു. അതായത് ഈ സ്ത്രീയുടെ വിശ്വാസത്തിൽ അവർ ലോഫുള്ളി എന്താണ് നിയമപരമായിട്ട് വിവാഹം ചെയ്ത പുരുഷനാണ് എന്ന് വിശ്വസിച്ചാണ് ഇവർ ഇതിനകത്ത് ഏർപ്പെട്ടതും. എന്നാൽ ആ പുരുഷനോ അയാൾക്കറിയാം അയാൾ ഇവരുടെ ഹസ്ബൻഡ് അല്ല എന്നുള്ള ഇതിലുവാൻ. അപ്പോൾ ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ എന്താണ് ഒരു അൺകോൺഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്ത് പറ്റുന്നത്, ഇങ്ങനെ ആൾ മാറിപ്പോകുന്നത്. ഇനി അപ്പോൾ ഇതെല്ലാം പല സാഹചര്യങ്ങളിൽ സ്ത്രീയുടെ കൺസെൻറ്റോടുകൂടി ഏർപ്പെടുന്നതാണ്, ഈ തരത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതാണ്. പക്ഷേ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എല്ലാം റേപ്പാണ്. കാരണം ഇവിടെ അവരുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ വക സാഹചര്യങ്ങളാണെങ്കിൽ ആ കൺസെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. സോ കൺസെൻറ്റ് ഇല്ല അവിടെ. ഇനി അടുത്തതാണ്, ഇതേപോലെ ഈ സ്ത്രീ കൺസെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് കൺസെൻറ്റ് കൊടുത്തത്? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ആൻഡ് സച്ച് ആൻ ആക്ട് അവർക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല. വാട്ട് ഈസ് ദ റോങ് ഓർ കോൺട്രറി ടു ലോ ആണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും വിവേചിച്ചറിയാൻ വ്യത്യാസപ്പെടുത്തി അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് ഇൻസാനിറ്റിയുടെ പ്രൊവിഷൻസിനകത്ത് പറഞ്ഞപ്പോൾ പല രീതിയിൽ അൺസൗണ്ട്നെസ് കണ്ടതാണ്. അപ്പോൾ അവിടെ ഇൻടോക്സിക്കേഷൻ, ഡ്രങ്കൺനെസ് ഒക്കെ വന്ന് കയറും. അപ്പോൾ ചിലപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആയിരിക്കാം. ചിലപ്പോൾ അവർ പണ്ട് തൊട്ടേ ഇൻസൈൻ ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കാം. അതല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് ഇൻസാനിറ്റി എന്ന് പറയുന്ന അൺസൗണ്ട്നെസ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും രീതിയിൽ ഇൻടോക്സിക്കേഷൻ, അത് ചിലപ്പോൾ മദ്യപിച്ചിട്ടുള്ളതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ സ്വമേധയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത് ഡ്രങ്കൺനെസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മദ്യമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും ഇതേ തരത്തിൽ നമ്മൾക്ക് എന്തുണ്ടാക്കുന്നതാണ്, ഒരു മയക്കമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ കഴിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ളൊരു അൺകോൺഷ്യസ്നെസ് ആകാം. സോ എനിവേ അവിടെ ഒരു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്നുണ്ട്. ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിൽ നിന്നും ഇവരെന്ത് കൊടുക്കാം? കൺസെൻറ്റ് കൊടുക്കാം. അറിയുന്നില്ലല്ലോ ചെയ്യുന്ന പ്രവൃത്തിയുടെ അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാകുന്നില്ല. ആ തെറ്റാണോ ശരിയാണോ മനസ്സിലാകാത്ത ആ അവസ്ഥയാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അവരെ ആ സാഹചര്യത്തിൽ ആ സ്ത്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത കൺസെൻറ്റും നിയമത്തിൻ്റെ മുന്നിൽ അത് കൺസെൻറ്റേ അല്ല. അങ്ങനെ കൺസെൻറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്തായി കഴിഞ്ഞു? അത് റേപ്പായി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി കൺസെൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുമായി നടത്തുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സുകളെല്ലാം തന്നെ എന്തായിട്ട് വരും? അത് റേപ്പായിട്ട് വരും. ഇനി അതല്ല, ചില സാഹചര്യങ്ങളിലാണെങ്കിൽ കൺസെൻറ്റ് കൊടുക്കാൻ ഷീസ് അൺഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ദ കൺസെൻറ്റ് എന്നുള്ളതാണ്. പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, ജീവച്ഛവമായിട്ടൊക്കെ കിടക്കുന്ന ചില അവസ്ഥകളൊക്കെ വരും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം കാണും. അൺഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാത്തത്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സാഹചര്യം എല്ലാം ഇതിനകത്തേക്ക് വരാം. അൺഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം. എതിർത്തില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ഇപ്പം ലേറ്റസ്റ്റ് ആയിരിക്കും, ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം വന്നൊരു സിനിമയാണ്. മോഹൻലാലിൻ്റെയും നമ്മളുടെ ഒരു പുതിയ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നുള്ള അതിൻ്റെയും കൂടെ ചേർന്നുള്ള നേര്.
നേരെ സിനിമയിൽ, നേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കാണാനാണ് ചാൻസ്. ആ നേരെ സിനിമയിൽ അനശ്വര എന്താണ് അവിടെ എക്സാമിനേഷൻ നടത്തുന്ന ഒരു സീനുണ്ട്. അനശ്വര എക്സാമിനേഷൻ നടത്തുമ്പോൾ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എതിർത്ത് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാഹചര്യം പറഞ്ഞില്ലേ. നമ്മൾ ആ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഈ നേരെന്ന് പറയുന്ന സിനിമയല്ലേ, ആ നേരെന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ സിനിമ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഇത്രയും കിടന്ന് പഠിച്ചില്ലെങ്കിലും പറയുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. നേരെ സിനിമയിൽ സിദ്ദിഖിൻ്റെ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അനശ്വരെ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് അനശ്വരയോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ റേപ്പാണ് എന്ന് പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് അയാളെ തിരിച്ചറിഞ്ഞത്, ആ കൈ വെച്ച് ആ സമയത്ത് അയാളുടെ മുഖത്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, കാരണം ആ കുട്ടിക്ക് അങ്ങനെ അറിയുള്ളൂ, ആളെ തിരിച്ചറിയാനുള്ളൂ. പക്ഷെ അതെങ്ങനെയാണ്, അപ്പം നിങ്ങളത് കൺസെൻറ്റോട് കൂടിയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചു നേരം സ്റ്റക്കായി നിന്നിട്ട് പുള്ളിക്കാർ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ആ സമയത്ത് എങ്ങനെയായിരുന്നു, എനിക്ക് ജീവനിൽ ഭയമുണ്ടായിരുന്നു, അത് മാത്രമല്ല എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. അപ്പം ഈ സാഹചര്യങ്ങളിൽ ഞാൻ പ്രതികരിച്ചില്ല എങ്കിൽ അതിന് ഞാൻ കൺസെൻറ്റ് കൊടുത്തു എന്ന അർത്ഥമില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പം കൺസെൻറ്റ് എപ്പോഴും നമ്മൾക്ക് എങ്ങനെയാണ് വരേണ്ടത്, ഓക്കെ ഞാനിതിന് ഓക്കെ ആണ്, ഇപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടല്ല ആണും പെണ്ണും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നത്. അത് എങ്ങനെയാണ്, അത് സാഹചര്യങ്ങളുടെ ഇതിലായിരിക്കാം. ഓക്കെ, എനിവേ ഇവിടെ എങ്ങനെയാണ്, എതിർപ്പില്ല എന്ന് കരുതി അവിടെ കൺസെൻറ്റ് ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവിടെ കൺസെൻറ്റ് ഉണ്ട് എന്ന് മീനിങ് ഇല്ല. സോ നമ്മൾ പറയുന്ന റേപ്പ് എന്ന് പറഞ്ഞ് എപ്പോഴും ആലോചിച്ചിരിക്കുക, ആ സ്ത്രീയുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആണ്, കൺസെൻറ്റിന് എഗെയിൻസ്റ്റ് ആണ്. അതായത് കൺസെൻറ്റിന് എഗെയിൻസ്റ്റ് ആണ്, ഓർ വിത്തൗട്ട് ഹെർ കൺസെൻറ്റേ ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചില്ല, ആക്രമിക്കുകയാണ്. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റോട് കൂടി. അപ്പോൾ 3 സാഹചര്യങ്ങളിലും നമ്മൾ കൺസെൻറ്റോട് കൂടി എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ഈ കൺസെൻറ്റോട് കൂടി ആദ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഭീഷണിപ്പെടുത്തിയാണ് കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തത്. രണ്ടാമത്തെ സാഹചര്യത്തിൽ സ്ത്രീ കരുതുന്നു ഇത് ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച പുരുഷനാണെന്ന് കരുതുന്നു, പക്ഷേ പുരുഷനറിയാം അത് അവരുടെ ഹസ്ബൻഡ് അല്ല എന്നറിയുന്നു. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നും, ഈ ലേഡിയുടെ കയ്യിൽ നിന്നും കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്, സമ്മതം എടുത്തിരിക്കുന്നത് അവരൊരു അൺകോൺഷ്യസ് അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിൽ നിന്നാണ്. അത് പല രീതിയിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് വരാം. ആ സാഹചര്യത്തിൽ നിന്നാണ്, ആ സാഹചര്യം മുതലെടുത്തിട്ടാണ് ഈ സമ്മതം വാങ്ങിയിരിക്കുന്നത്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് റേപ്പ് തന്നെയാണ്. ഇനി അതുമാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ആകുന്ന ഒരു സാഹചര്യത്തിലും ഇവിടെ നടന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്, റേപ്പ് തന്നെയാണ്. ഇനി അടുത്തതെന്ന് അപ്പോൾ അതാണ് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് വുമൺ എന്ന് പറയുന്നത് ഹു ഡസ് നോട്ട് ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതി ഇതെന്തല്ല, അത് കൺസെൻറ്റിങ്, അതായത് സെക്ഷൽ ആക്ടിവിറ്റിക്ക് കൊടുക്കുന്ന കൺസെൻ്റായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ആകുമ്പോഴത്തേക്കിനും പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ആകുമ്പോഴത്തേക്കിനും അവിടെയും ഈ സ്ത്രീകളുടെ സെക്ഷൽ ഓർഗൻസിനകത്തൊക്കെ പെനിട്രേഷൻ വരും, അതായത് പരിശോധിച്ചൊക്കെ നോക്കണം. അപ്പം അങ്ങനെയുള്ള പെനിട്രേഷൻസ്, കടന്നു കയറ്റം എന്നൊക്കെ പറയുന്നത് ഈ മെഡിക്കൽ പ്രൊസീജിയറുകൾ പറയുന്നത് അതൊരു റേപ്പല്ല. അത് മാത്രമല്ല, ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഈ BNS വന്നപ്പോഴത്തേക്കിനുള്ള കുറച്ചൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് വല്ല ഒരു പ്രൊവിഷനാണ് 18 വയസ്സിന് മരൈറ്റൽ റേപ്പ്. കെട്ടിയോളാനൻ്റെ മാലാഖ സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്ത് ശ്രീവാച്ചൻ എന്ത് ചെയ്യുന്നുണ്ട്, മരൈറ്റൽ റേപ്പ് ചെയ്യുന്നുണ്ട്. ആ മരൈറ്റൽ റേപ്പും റേപ്പ് തന്നെയാണ്. അപ്പം IPCയിൽ നിന്ന് BNSലേക്ക് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ ഒരു പുരുഷൻ അയാളുടെ വൈഫുമായിട്ടാണ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഓർ സെക്ഷൽ ആക്ട് ബൈ എ മാൻ ആണ് വിത്ത് ഹിസ് ഓൺ വൈഫാണ്. പക്ഷേ വൈഫ് 18 വയസ്സിൽ താഴെ അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ഹസ്ബൻഡ്
ഇനി എന്താണ് മറൈറ്റൽ റേപ്പ് നടത്തി കഴിഞ്ഞാൽ മറൈറ്റൽ റേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വിവാഹേതരമായിട്ട് നടത്തുന്ന എന്താണ് ബലാത്സംഗം, ഓക്കെ, വിവാഹേതരമല്ല, ആ വിവാഹത്തിന് ശേഷം ആ ഹസ്ബൻഡ് തന്നെ നടത്തുന്ന റേപ്പ് എന്ന് പറയുന്നത് റേപ്പായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിന് നേരത്തെ ഈ പറയുന്നത് പ്രൊവിഷൻ IPCയിൽ അത് 15 വയസ്സെന്നായിരുന്നു. സോ അപ്പോൾ 2 എക്സെപ്ഷണൽ കേസുകളുണ്ട്. 2 എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മെഡിക്കൽ പ്രൊസീജിയറുകൾ, കാരണം ഇൻ്റർവെൻഷൻ ഓർ പെനിട്രേഷൻ, അതായത് സ്ത്രീയുടെ വജൈനയിൽ യൂറിത്രയിൽ ഒക്കെ എന്ത് ചെയ്യാണ്, പെനിട്രേഷൻ നടത്തുന്നതും ആ പെനിട്രേഷൻ നടത്തുന്നത് മാനിൻ്റെ സെക്ഷൽ ഓർഗൻസ് വെച്ചോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂർത്ത ആയുധങ്ങളൊക്കെ വെച്ചിട്ടോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് റേപ്പിനകത്തേക്ക് തന്നെ വരും. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട്. ആ മെഡിക്കൽ പ്രൊസീജിയർ എന്തല്ല, റേപ്പല്ല. 18 വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷൻ സ്വന്തം ഭാര്യയെ റേപ്പ് ചെയ്താലും എന്തായിട്ട് ഇപ്പോൾ കണക്കാക്കത്തില്ല, റേപ്പല്ല. മറൈറ്റൽ റേപ്പ് ഈസ് നോ മോർ എ റേപ്പ് എന്നുള്ളതാണ്. അടുത്തതാണ്, ഓക്കെ, അപ്പോൾ റേപ്പ് എന്ന് പറയുന്നതിന് ഒരു ഏകദേശ ധാരണ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ധാരണയിൽ നിന്നുകൊണ്ട് അതിനകത്ത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൺസെൻ്റ് ഇല്ല. ഇനി കൺസെൻ്റ് ഇങ്ങനെയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസെൻ്റായിട്ടേ കൺസിഡർ ചെയ്യത്തില്ല. കൺസെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ കൊടുക്കണം, സ്വമേധയാ എന്തായിട്ട് കൊടുക്കണം. എന്താണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാ കോൺസിക്വൻസും അവരറിഞ്ഞു വെച്ചുകൊണ്ട് അത് ചെയ്യാൻ താല്പര്യപ്പെടണം, എന്നാലേ കൺസെൻ്റ് ആകുന്നുള്ളൂ. ഇനി ഇത്രയും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതിൻ്റെ പോകാൻ പോകുന്നത് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് സെക്ഷൻ 64 ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ. ഇനി പല തരത്തിലുള്ള ആൾക്കാർ റേപ്പ് കമ്മിറ്റ് ചെയ്യുക. റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതോറിറ്റിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അതായത് അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കമ്മിറ്റ് ചെയ്യുന്ന റേപ്പുണ്ട്. അത് നമ്മൾ ഇനി പുറകെ നോക്കും. അപ്പോൾ സെക്ഷൻ 64 2 റേപ്പിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി 64 1 കുറച്ച് ആൾക്കാരെ കൂടി പറയും. അവർ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി പേഴ്സൺ ആണ്. അതൊരു അധികാര സ്ഥാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കമ്മിറ്റ് ചെയ്യുന്നതിനുള്ള പണിഷ്മെൻറ്റ് വേറെ. ഓക്കെ, ഇനി ഇതല്ലാതെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് റേപ്പിനുള്ള പണിഷ്മെൻറ്റ്? റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. ടേം എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും, എന്നാൽ അത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആകാവുന്നതാണ്. കണ്ടേ, ഇവിടെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്നാ കണ്ടേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഈ പണിഷ്മെൻറ്റിൻ്റെ കാര്യം പഠിച്ചപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്ന 20 വർഷമായിട്ട് റെക്കൺ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് എന്നിട്ട് പറയും, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പറയും എന്താണ്, ഈ പറയുന്ന ആളുടെ സ്വാഭാവികമായ ജീവിതം മുഴുവൻ ഇനി ഇവൻ ജയിലിന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ മരിച്ച് വേണം കൊണ്ടുവരാനെന്ന് പറയുന്നത്. അതാണ് എന്താണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓഫ് ദി ഒഫൻഡർ. ദാറ്റ് മീൻസ് ദ റിമൈൻഡർ ഓഫ് ദി ഒഫൻഡേഴ്സ് ലൈഫ് ഇൻ ദ പ്രിസൺ എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്, ആ ജീവപര്യന്ത തടവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇംപ്രിസൺമെൻറ്റ് 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരെ ആകാവുന്നതും ആണ്. അത് മാത്രമല്ല പ്ലസ് ഫൈനാണ്. അപ്പം ചില കേസുകളിൽ ഇതല്ലെങ്കിൽ, ഈ ശിക്ഷ അല്ലെങ്കിൽ ഓറിട്ട് ഫൈൻ പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തൊക്കെയാണ്? ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഫൈനും കൂടി ചേർത്താണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നതാണ് ഇപ്പം നമ്മൾ പറയാൻ പോവുകയാണ്. കുറച്ച് ആൾക്കാർ, പ്രത്യേകതയുള്ള ആൾക്കാർ ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ വെച്ച് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന്, വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് പോലീസ് സ്റ്റേഷൻ ടു വിച്ച് സച്ച് പോലീസ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ഏതെങ്കിലും പോലീസ് ഓഫീസർമാർ എങ്ങനെയായിരിക്കും പോലീസ് സ്റ്റേഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളവർ കാണും, അല്ലാത്തവർ കാണും. ഇവിടെ ഈ പോലീസ് ഓഫീസർ ഏത് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട ആളാണോ, ഏത് സ്റ്റേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ, ആ പോലീസ് സ്റ്റേഷന് ഒരു അധികാര പരിധി ഉണ്ടല്ലോ, ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പരിധിയിൽ എവിടെ വെച്ച് റേപ്പ് കമ്മിറ്റ് ചെയ്താലും, അതല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസിൻ്റെ പ്രിമൈസുകളിൽ, ആ പോലീസ് സ്റ്റേഷൻ്റെ ഹൗസിൻ്റെ എന്താണ്, ആ ഹൗസിനകത്തോ അതിന് ചുറ്റുപാടോ ആ കോമ്പൗണ്ടിനകത്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ എ വുമൺ, അതെന്ന് പറയുന്നത്
ഒരു പോലീസ് ഓഫീസറിൻ്റെ കസ്റ്റഡിയിലുള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കസ്റ്റഡി ഓർ ഇൻ ദ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ സബോർഡിനേറ്റ് ടു സച്ച് അപ്പം നേരിട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലുള്ളതോ ആ ഉദ്യോഗസ്ഥൻ്റെ സബോർഡിനേറ്റ് എന്താണ് ഓഫീസറിൻ്റെ കസ്റ്റഡിയിലുള്ളതോ ആയ ഒരു വുമൺ അഗെയിൻസ്റ്റ് ആയിട്ട് ഇത് കമ്മിറ്റ് ചെയ്താലും അടുത്ത പറയുന്നത് എന്താണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഒരു പോലീസ് ഇനി പറയുന്ന റേപ്പുകൾ കമ്മിറ്റ് ചെയ്യുന്ന കുറച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പോവുകയാണ്. ഒന്ന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കകത്ത് വെച്ചോ എവിടെ വേണമെങ്കിലും ആകാം, ലിമിറ്റാണ്. ഓക്കെ. ഇനി അതല്ലെങ്കിൽ ആ സ്റ്റേഷൻ ഹൗസ് നിൽക്കുന്ന, അതായത് പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ആ പരിസരം ഉണ്ടല്ലോ, ആ സ്റ്റേഷനകത്തോ അതിന് ആ കോമ്പൗണ്ടിനകത്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഹിയർ മീൻസ് ദ പോലീസ് ഓഫീസറിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കസ്റ്റഡിയിലുള്ളതോ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിൻ്റെ കസ്റ്റഡിയിലുള്ളതോ ആയ ഒരു വുമൺ എഗെയിൻസ്റ്റ് ആയിട്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു പബ്ലിക് സർവൻ്റ് ആണ്. പബ്ലിക് സർവൻ്റ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, ഡെഫിനിഷൻ കണ്ടായിരുന്നു. 2:28 എന്താണ് പബ്ലിക് സർവൻറ്റിനെ കുറിച്ച് പറയുന്നത്. 2:28 കണ്ട പബ്ലിക് സർവൻസുകൾ ആരെങ്കിലും ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ കസ്റ്റഡിയിൽ ഇരിക്കുള്ളതായിട്ടോ ഇല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് ഈ പബ്ലിക് സർവൻറ്റിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ളതോ ആയ വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആംഡ് ഫോഴ്സിലേക്ക് എവിടെയെങ്കിലും ആംഡ് ഫോഴ്സിനെ എന്താണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഇൻ ആൻ ഏരിയ ബൈ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എന്താണ് നിയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ പറയുന്ന ആംഡ് ഫോഴ്സിൽപ്പെട്ട ഉദ്യോഗസ്ഥരോ, ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു, ആർമി വരാം, നേവി വരാം, എയർഫോഴ്സ് വരാം, ഇതെല്ലാം ആംഡ് ഫോഴ്സ് ബറ്റാലിയൻപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ റേപ്പ് കമ്മിറ്റ് ചെയ്താലോ. ഇനി അടുത്തതാണ് അപ്പോൾ ഇവരെല്ലാം അതോറിറ്റി പൊസിഷനിലുള്ള ആൾക്കാരാണ്. അടുത്തതാണ് ജയിലെന്ന് പറയുമ്പോൾ അറിയാലോ, ജയിലിൽ എന്താണ് ഇനി വുമൻസ് മാത്രമുള്ള ജയിലുകളുണ്ട്, വുമൻസിന് മാത്രമായിട്ടൊക്കെ ഉള്ള ജയിലുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജയിൽ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്റ്റാഫ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിലുള്ള ജയിൽ മാത്രമല്ല, റിമാൻഡ് ഹോമുകളുണ്ട്. സ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഇവരെ എവിടെയായിട്ടായിരിക്കും വിടുന്നത്, റിമാൻഡ് ഹോമുകളിലോ അല്ലെങ്കിൽ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമം മൂലം ഈ വുമൻസിനെ പാർപ്പിക്കാൻ വേണ്ടി കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പാർപ്പിച്ചിട്ടുള്ള മറ്റേ ഇടങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ വുമൻസിൻ്റെയും ചിൽഡ്രൻസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസോ സ്ഥാപനങ്ങളോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ജയില്, റിമാൻഡ് ഹോം, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഇങ്ങനെയൊക്കെ എന്താണ് കുറ്റകൃത്യങ്ങൾപ്പെട്ട ആൾക്കാരെയും ഒക്കെ എന്താണ് കുറ്റകൃത്യങ്ങൾ തന്നെ വേണമെന്നില്ല, അവിടെ ഇവരെ പാർപ്പിക്കാനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രത്യേക തരത്തിൽ പാർപ്പിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും മതി. അത് നോക്കി നടത്തുന്ന ആരാണ്, സ്റ്റാഫുകളാണെങ്കിലും മതി. അപ്പം നോക്കി നടത്തുന്ന സ്റ്റാഫുകൾ റേപ്പ് കമ്മിറ്റ് ചെയ്താലും. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നടത്തിയാലും, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ റേപ്പ് കമ്മിറ്റ് ചെയ്താലും. നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന ഇതായിരുന്നു, ഹോസ്പിറ്റൽ അതോറിറ്റീസ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ഒരു കേസ് അരുണ രാമചന്ദ്ര ഷാൻബായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി ആ യൂണിയൻ ഓഫ് ഇന്ത്യ ഒക്കെ മറന്നേക്ക്. അപ്പോൾ അരുണ ഷാൻബായുടെ കേസിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1978 ഈ അരുണയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു ക്ലീനിങ് സ്റ്റാഫാണ്. ക്ലീനിങ് സ്റ്റാഫ് എന്തോ ആണ്, അരുണ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അരുണയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ വെച്ച് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണയ്ക്ക് എന്ത് പറ്റി, അരുണ കോമ സ്റ്റേജിലേക്കായിപ്പോയി. അതിൽ 1978 എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേജിലേക്ക് പോകുന്നു. ആഫ്റ്റർ ദാറ്റ് 78 ശേഷം 2015 അരുണ മരിക്കുന്നത്. ഇത്രയും വർഷം എങ്ങനെയായിരുന്നു അരുണ മരിക്കാനുണ്ടായ കാരണം, അതായത് അരുണ ഇത്രയും വർഷം എങ്ങനെയാണ് കോമ സ്റ്റേറ്റ്, അതായത് പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഈ സ്റ്റേറ്റിൽ തന്നെയാണ്, കോമ സ്റ്റേറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് വെച്ച് സംഭവിച്ച ഇതൊരു കുറച്ചും കൂടി നമ്മൾ അറിയാൻ കാരണം 2009 അരുണയുടെ ഒരു സുഹൃത്ത് എന്ത് ചെയ്യാണ്, അരുണയ്ക്ക് എന്താണ് ഈ 32 അനുസരിച്ച് റിട്ട് കൊടുക്കുന്നുണ്ട്. അരുണയെ എന്ത് ചെയ്യണം, നമ്മൾക്ക് യുത്തനേഷ്യ മേഴ്സി കില്ലിംഗ് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ എന്തില്ല, അതായത് ആർട്ടിക്കിൾ 21 അനുസരിച്ച് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റൈറ്റ് ടു ഡെത്ത് എന്നുള്ളതാണ്. അതിനകത്ത് മരിക്കാനുള്ള അവകാശം നമുക്കില്ല.
അപ്പോൾ ഈ കേസിനകത്ത് ആ കേസ് റിട്ട് കൊടുത്തു, പക്ഷെ തള്ളിപ്പോയി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്താണ് ഈ റിട്ട് കൊടുക്കുന്നത് അരുണയ്ക്ക് വേണ്ടി. പക്ഷേ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് എന്താണ് ഇതിലെ ഒരു നിയറസ്റ്റ് ഫ്രണ്ടായിട്ട് കോടതി കൺസിഡർ ചെയ്തില്ല. അതിനെക്കാട്ടിലുപരി ഈ കിങ് എഡ്വേർഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ എങ്ങനെയാണ് അരുണെ ട്രീറ്റ് ചെയ്തിരുന്നത്, അങ്ങേയറ്റം, അതായത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിലും അരുണയ്ക്ക് എന്ത് സംഭവിക്കാതെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വരാം, ഈ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അതോറിറ്റി സൈഡിൽ നിന്ന് ഏതെങ്കിലും പേഴ്സൺസ് ഇതുപോലെ റേപ്പ് കമ്മിറ്റ് ചെയ്യുമെങ്കിൽ എന്നുള്ളൊരു പ്രൊവിഷൻ പറഞ്ഞപ്പോൾ നമ്മളതിലേക്ക് വന്നു എന്നേ ഉള്ളൂ. ഇനി അതേ സംഗതി, ഇതേ റേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീയുടെ റിലേറ്റീവോ അവരുടെ ഗാർഡിയനോ ടീച്ചറോ അതല്ലാന്നുണ്ടെങ്കിൽ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഒരു കുടുംബത്തിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള കുടുംബം എന്ന് തന്നെ വേണ്ട, സുഹൃത്തുക്കളും ആയിരിക്കണമെന്നില്ല, ബന്ധത്തിൽപ്പെട്ട ആളൊന്നും ആയിരിക്കണമെന്നില്ല, നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയാകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ ട്രസ്റ്റ് ഓർ അതോറിറ്റി ടുവേർഡ്സ് ദ പേഴ്സൺ, അതായത് ഈ സ്ത്രീക്ക് വിശ്വാസയോഗ്യതയുള്ള അല്ലെങ്കിൽ വിശ്വസിക്കത്തക്കതായ പൊസിഷനിലുള്ള അത്രയും വിശ്വാസമുള്ള ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളോ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ കമ്മ്യൂണൽ അല്ലെങ്കിൽ സെക്ടേറിയൻ വയലൻസിൻ്റെ ഇടയ്ക്ക്, ഇപ്പോൾ മണിപ്പൂരെയൊക്കെ സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് റേപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണൽ റേപ്പ്, അതായത് കമ്മ്യൂണിറ്റി വയലൻസ് നടക്കുന്ന സമയത്ത് ഇതുപോലെ റേപ്പ് കമ്മിറ്റ് ചെയ്താലോ, അതല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണ് ആയ ഒരു സ്ത്രീ, അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവരിൽ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് കൊടുക്കാൻ ഇൻകേപ്പബിളായ, കൺസെൻറ്റ് കൊടുക്കാൻ അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത അങ്ങനെ ഒരു സ്ത്രീയോട് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വുമണിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ, ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കാട്ടിലും നമ്മളുടെ വില്ല്, നമ്മളുടെ താല്പര്യങ്ങൾ പറഞ്ഞ് നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ഒരു ടീച്ചർ പറയുന്നത് ടീച്ചർ പറയുന്നതിന് ഒരു ഡോമിനേറ്റിംഗ് ഇതുണ്ട്. അപ്പോൾ അതായത് ടീച്ചർ പറയുന്നതിന് കുറച്ച് കൺസിഡറേഷൻസ് കൊടുക്കും, ആ കൺസിഡറേഷൻ കൊണ്ട് ഇത് കേൾക്കും. അതേപോലെ ഇനി ടീച്ചർ, സ്റ്റുഡൻറ്റ്, ക്ലയൻറ്റ്, അഡ്വക്കേറ്റ്, ദെൻ ഡോക്ടർ, പേഷ്യൻ്റ്. അപ്പോൾ പേഷ്യൻറ്റിന് എപ്പോഴും ഡോക്ടർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കില്ലേ. അതായത് ഒരു സ്ത്രീ അവരുടെ വില്ലിനെ കാട്ടിലും ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനുള്ള മറ്റൊരാൾ, അതായത് അയാൾ പറഞ്ഞാൽ കേൾക്കും എന്ന് ഉള്ള ഒരു സ്ഥാനത്തുള്ള ഒരാൾ, അതല്ല എന്നുണ്ടെങ്കിൽ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി നേരിടുന്ന സ്ത്രീകളോടോ അല്ലാത്ത സാഹചര്യങ്ങൾ, ഇനി അതുമല്ല എങ്കിൽ റേപ്പ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഗ്രീവിയസ് ആയിട്ട് ബോഡ്ലി ഹാം ഉണ്ടാകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അംഗവൈകല്യം, മെയിംസ്, അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ അല്ലെങ്കിൽ എൻഡേഞ്ചേഴ്സ് ദ ലൈഫ് ഓഫ് എ വുമൺ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളായി റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം കണ്ടു, ജയിൽ അതോറിറ്റിയുടെ കാര്യം കണ്ടു, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം കണ്ടു, ഒരു സ്ത്രീയുടെ വില്ലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനിൽ ട്രസ്റ്റിലുള്ള ആൾക്കാർ, ടീച്ചർമാർ, റിലേറ്റീവ്, അതല്ല എന്നുണ്ടെങ്കിൽ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി നേരിടുന്ന ആൾക്കാർ, അവരോട് കമ്മിറ്റ് ചെയ്യുന്ന റേപ്പ്. ഇനിയും അതല്ലെങ്കിൽ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ സ്ത്രീക്ക് സീരിയസ് ആയിട്ടുള്ള ബോഡ്ലി ഹാം ഉണ്ടാവുകയോ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുകയോ ഡിസ്ഫിഗറേഷൻ, പെർമനൻ്റ് ആയിട്ട് ശാരീരികമായിട്ട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലോ ജീവന് അപായമുണ്ടാവുകയോ എൻഡേഞ്ചേഴ്സ് ദ ലൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ റിപ്പീറ്റായിട്ട് റേപ്പിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് 64-ൻ്റെ 64-ൻ്റെ 2-ൻ്റെ പൊസിഷനാണ്. അപ്പം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾക്ക് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇത്രയും. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം മുതൽ നമ്മൾ എവിടെ വരെ, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം മുതൽ ഇപ്പോൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം വരെ അതാര് ചെയ്താലും അവിടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിഗറസ് ആണ്, റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. അപ്പോൾ എത്ര വരെയാണ്? 10 വർഷം വരെയോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ലൈഫ് 10 വർഷത്തിൽ കുറയാത്തതും എവിടെ വരെ പോകും? ലൈഫ് വരെ പോകും. പക്ഷെ ആ ലൈഫിൻ്റെ പ്രത്യേകത വിച്ച് ഷാൽ മീൻ കണ്ടോ, ഇംപ്രിസൺ
ഇംപ്രിസൺമെന്റ് ഫോർ ദി റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഇംപ്രിസൺമെന്റ് ഇല്ലെങ്കിൽ എന്താണ് ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ളതാണ് വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ്. ഈ പറയുന്ന ഒഫൻഡറിന്റെ ശിഷ്ടകാലം, ബാക്കിയുള്ള സ്വാഭാവികമായ ജീവിതം, നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് ഇനി ജയിലിൽ തന്നെ, ഇനി ഇവനിപ്പോഴേ ജയിലിനകത്തുനിന്ന് ഇറങ്ങി വരണ്ട, മരിച്ചിങ്ങ് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നതാണ് ഇത്രയും പോസിറ്റീവ്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട റേപ്പിനകത്താണെങ്കിൽ എത്രയായിരുന്നു? 10 കുറയാത്തതും എന്നാൽ ലൈഫ് വരെ പോകാമെന്നേ പറഞ്ഞുള്ളൂ. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ മിനിമം 10 അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് റെക്കൺ ചെയ്ത് കൊടുക്കണം, 20 വരെ ആക്കി കൊടുക്കണം എന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ റേപ്പ് എന്ന് പറയുന്ന പ്രൊവിഷൻസ്. സോ ഇത് കഴിയുന്നില്ല. റേപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ മാത്രമേ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ അടുത്ത വുമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഒഫൻസുകളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ശരി, താങ്ക് യു.